ഹായ് നമസ്കാരം. ടൂൾസ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെയിൻസോ, അതായത് മരം മുറിക്കണ മെഷീൻ ചൂടായി കഴിയുമ്പോൾ ഓഫായി പോകുന്നു. അപ്പോൾ അത് സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് സംഭവം നേരെ വീഡിയോയിലോട്ട് വാ. അപ്പോൾ ചെയിൻസോ നമ്മൾ ഫസ്റ്റ് തന്നെ ക്യാപ്പ് അഴിക്കുക. ഈ ക്യാപ്പ് അഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ 2 നെട്ടുണ്ട്, ഈ കാണുന്ന 3 നെട്ട് അഴിച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് കവറിങ്ങാട് അഴിച്ച് മാറ്റുക. ഇതിങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ സ്ക്രൂ അഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാ. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, തുടക്കക്കാർക്ക് അതൊരു ഉപകാരം വേണ്ടിയിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. നേരെ പ്ലഗ് ഡിസ്കണക്ട് ചെയ്യുക, പ്ലഗ് ഊരുക. പ്ലഗ് ഊരണേക്ക് മുമ്പ് നമ്മൾ ഈ പ്ലഗ് കറക്റ്റ് ആണോ എന്നുള്ള സംഭവം നോക്കണം. പ്ലഗ്, അതായത് ഇതിനകത്ത് ഒന്നാമത്തെ കംപ്ലൈന്റ് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പ്ലഗ് ലൂസാണോ എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. ലൂസായി കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടി കംപ്രഷൻ കിട്ടാണ്ട് വരും. അത് ഫുൾ ടൈറ്റ് ആയിരിക്കണം. പ്രത്യേകിച്ച് ഇതിനകത്ത് ഇവിടെ ഒരു വാഷ് ഉണ്ട്. ഈ വാഷും ഇതിനകത്ത് കറക്റ്റായിട്ട് ഉണ്ടോ ഇല്ലെന്ന് നോക്കണം. ഇതൊരു അലൂമിനിയം വാഷാണത്. ആ വാഷിൻ്റെ പാക്കിങ്ങിന് വേണ്ടി അതുണ്ടോ എന്ന് നോക്കണം. അതില്ലെങ്കിലും ഈ മേൽപ്പറഞ്ഞ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും നമുക്ക്. അപ്പം ഇതിനകത്ത് പിന്നെ നോക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലഗിൻ്റെ മെഷറിങ്, അത് നമുക്ക് മീറ്റർ വെച്ചാണ് നോക്കുന്നത്. നോർമലി മീറ്റർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓംസുകൾ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഈ പ്ലഗ് എന്ന സംഭവത്തിൽ ഇതിൻ്റെ ഉള്ളിലൊരു റെസിസ്റ്റർ ഉണ്ട്. ആ റെസിസ്റ്ററിൻ്റെ അളവ് എന്ന് പറഞ്ഞത് 9 ohms 10 ohms റേഞ്ച് വേണം. അത് നമ്മൾ ഉണ്ടോ ഇല്ലെന്നോ എന്നുള്ളത് മീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഇന്നത്തെ റെസിസ്റ്റർ ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ റെസിസ്റ്റിവിറ്റി കൂടിപ്പോവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്ലഗ് അതായത് ഇവിടെ സ്പാർക്ക് ചെയ്യണതിൻ്റെ കത്തലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ, അതായത് കുറഞ്ഞു പോവുക കൂടുക അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള സംഭവം വന്നാലേ, അതായത് ഫസ്റ്റത്തെ കംപ്ലൈൻറ്റ് അതാണ്. ഇതിൻ്റെ ഉള്ളിലെ റെസിസ്റ്റർ, അതായത് പ്ലഗ് അടിച്ചു പോകുക എന്ന് പറയും. അടിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിസ്റ്റിവിറ്റി കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ കണക്ഷനൊന്നും വരാണ്ട്. അപ്പം നമ്മളൊന്ന് മീറ്റർ ഉള്ളവരാണെങ്കിൽ മീറ്ററിൽ ചെക്ക് ചെയ്യുക. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ പ്ലഗ് എടുക്കുക, നേരെ മാറ്റിയിട്ട് നോക്കുക, അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. അപ്പം മീറ്റർ ഉള്ളവരാണെങ്കിൽ മീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ കാണിച്ചു തരാം മീറ്ററിൽ എങ്ങനെ ചെക്ക് ചെയ്യണം. ഇതിൽ നമ്മൾ ഓംസ് റേഞ്ചിൽ ഇടുക. നേരെ ഇതിൻ്റെ ഓംസ് റേഞ്ചിൽ ഇട്ടിട്ട് ഇതിൻ്റെ ഈ കണക്ഷനും ഇതിൻ്റെ സെൻറ്ററിലെ പോയിന്റും തമ്മിൽ ഇങ്ങനെ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. കണക്ഷൻ നോക്കിക്കഴിയുമ്പോൾ കാണിക്കണില്ല. അതായത് ഹൈ ഓംസിലോട്ട് പോകുമ്പോൾ അതായത് 1 മെഗിൻ്റെ അടുത്തായി, അതായത് ഏറ്റവും ഹൈ ആയിട്ടുള്ള പ്ലഗാണിത്. ഭയങ്കര റെസിസ്റ്റിവിറ്റി കൂടി കണ്ട 0.5 മെഗാണ്. 1 മെഗിൻ്റെ അടുത്ത് വന്നിട്ടത്. 1 മെഗാണ് ഞാൻ. 1 മെഗ് എന്ന് പറഞ്ഞാൽ കേക്ക് ഓംസ് കെ 1 മെഗ് ഏറ്റവും ടോപ്പ് റേഞ്ചാണ്. നോർമലി നമ്മൾ പുതിയ പ്ലഗ് എടുത്ത് അളന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു 10 ഓംസേ വരാൻ പാടുള്ളൂ. ഓംസിന് മേളിൽ പോകാൻ പാടില്ല. അല്ല 3 ഓംസ്, ഇത് ഇപ്പൊ 3.5 ഓംസേ കാണിക്കുന്നുള്ളൂ. ആ 3 ഓംസ് 5 ഓംസ് ആ റേഞ്ചിലൊക്കെ കാണിക്കണം. അപ്പം ഈ പ്ലഗിൻ്റെ റേഞ്ച് തന്നെ ആയിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഇത് ഹൈ ഓംസ് ആണ്, ഭയങ്കര ഓംസുകളാണ്. അപ്പം അങ്ങനെ വന്നാൽ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പ്രോബ്ലം വന്നുകൊണ്ടിരിക്കും. നമ്മൾ പുതിയ പ്ലഗൊക്കെ ആകുമ്പോൾ 10 ഓംസിൽ മേളിൽ പോകാൻ പാടില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 100 ഇരട്ടി അളവ് വ്യത്യാസമുണ്ട് പഴയ പ്ലഗിന്. അപ്പം പ്ലഗ് നിലവിൽ ഈ മെഷീൻ്റെ പ്ലഗ് പോയി കിടക്കുകയാണ്. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് ട്രബിള്. അതായത് ഈ സാധനത്തിൽ റെസിസ്റ്റിവിറ്റി കൂടിക്കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ട്രബിൾ വരും. പിന്നെ ചൂടായി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവായിക വരിക, നിന്ന് പോവുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ പ്ലഗിനകത്ത് വന്നത്. അതായത് കറണ്ട് കൊടുക്കൽ കുറഞ്ഞു പോകും. അതായത് ചെറിയ വേരിയേഷൻസ് ഒക്കെ വന്നു പോകും. അതാണ് കംപ്ലൈൻറ്റ്. അപ്പം ഇതിൻ്റെ കമ്പൽസറി നമ്മൾ ഈ പ്ലഗ് മാറ്റേണ്ടി വരും.
ക്യാപ്പ് അഴിച്ച് മാറ്റി വെച്ച് ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കാണുന്നതാണ് സിലിണ്ടർ സെറ്റ്. ഈ സിലിണ്ടർ സെറ്റ് ലൂസ് ഉണ്ടാവുക, അതായത് ഈ കാണുന്ന 4 നെട്ടും അഴിഞ്ഞു കിടക്കണമെങ്കിൽ അവിടെ നിന്ന് ഒരു ചെറിയൊരു ലൂസ് ഉണ്ടാവും, ഒരു പൊട്ടിക്ക് ലൂസേ ഉണ്ടാവുള്ളൂ. ആ ലൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് ഡീകംപ്രഷൻ, അതായത് ഇതിനകത്തേക്ക് പെട്രോൾ അങ്ങോട്ട് വലിക്കുമല്ലോ, ആ വലിക്കണത് കുറവായി പോകും. അപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ വരും. അപ്പോൾ ആ സാധനം ലൂസ് ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ചെക്ക് ചെയ്യണേക്ക് മുമ്പ് വേറെ സംഭവം അഴിച്ചിട്ട് ആ നോർമലി അങ്ങനെ ഉണ്ടോ എന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇപ്പം ഇതിനകത്ത് ലൂസ് ഇല്ല, കാരണം ഇത് നല്ല ടൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഗിൻ്റെ പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 സ്ക്രൂ നമ്മൾ ടൈറ്റ് ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലൊരു പാക്കിംഗ് ഉണ്ട്, ആ പാക്കിങ്ങും ഡാമേജ് വന്നിട്ടുണ്ടോയെന്നും ചെക്ക് ചെയ്യണം നമ്മൾ. അതാണ് രണ്ടാമത്തെ കംപ്ലൈൻറ്റ്. മൂന്നാമത്തായിട്ട് വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബറേറ്ററിൽ കറക്റ്റായിട്ട് പെട്രോൾ വരണുണ്ടോ എന്ന് നോക്കണം. അതായത് ഈ കാർബറേറ്റർ ഊരി കാണിച്ചു തരാം ഞാൻ. ഈ കാർബറേറ്റർ നമ്മൾ നേരെ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഈ പെട്രോൾ പൈപ്പ് പതിയെ ഊരി നോക്കുക. വിട്ട് കഴിയുമ്പോൾ കമ്പർഷൻ കൊണ്ട് പെട്രോൾ വന്നിട്ടുണ്ട്. അപ്പം പെട്രോൾ വരായികയല്ല ഇതിൻ്റെ പ്രശ്നം. പെട്രോൾ വരുന്നുണ്ട് എങ്കിൽ, അപ്പോൾ പെട്രോളിൻ്റെ അതിനകത്ത് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ കാർബറേറ്റർ പതിയെ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമുക്ക് വേറെ ചെയ്യാം, കാരണം അതിനകത്ത് സമയം ദൈർഘ്യം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം നമ്മൾ നോർമലി കാർബറേറ്റർ അഴിക്കേണ്ട ഒരു വീഡിയോ പിന്നെ ചെയ്യുന്നുണ്ട്, അത് പിന്നെ കാണിച്ചിട്ട് രണ്ടാമത് ഇടും. പിന്നെ അപ്പോൾ ഫസ്റ്റ് കംപ്ലൈൻറ്റ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ചൂടായിട്ട് മിഷൻ ഓഫാകുക എന്നുള്ളൊരു സംഭവത്തിന് ഫസ്റ്റ് നോക്കേണ്ടത് പ്ലഗാണ് നോക്കേണ്ടത്. പ്ലഗ് നോക്കിയതിന് ശേഷം സിലിണ്ടർ സെറ്റ് നെറ്റുകൾ ടൈറ്റ് ആണോ എന്ന് നോക്കുക. നട്ട് ടൈറ്റ് ആണ്, ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ കാർബറേറ്റർ അഴിക്കേണ്ട ആവശ്യമുള്ളൂ. കാർബറേറ്ററിൽ പെട്ടെന്ന് കംപ്ലൈൻറ്റുകൾ വരില്ല. പിന്നെ എല്ലാവരും ഈ അഡ്ജസ്റ്റബിൾ സ്ക്രൂ, അതായത് ഐഡിയൽ സ്ക്രൂവും അതുപോലെ തന്നെ പെട്രോളിൻ്റെയും എയറിൻ്റെ സ്ക്രൂകളൊക്കെ അനാവശ്യമായിട്ട് തിരിക്കാറുണ്ട്. അങ്ങനെ തിരിക്കാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കറക്റ്റായിട്ടുള്ള റേഷ്യോയിൽ കിടക്കിയിരിക്കും. നമ്മളത് അനാവശ്യമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് 3 കൂടി ഒപ്പമായിട്ട് വരില്ല. അതായത് 1, 2, 3 സ്ക്രൂ ഉണ്ട്. ഇത് ഐഡിയൽ സ്ക്രൂ, അതായത് സ്ലോ സ്പീഡ് സ്ക്രൂ, പെട്രോളിൻ്റെ സ്ക്രൂ, എയർ സ്ക്രൂ, അങ്ങനെ 3 സ്ക്രൂകളുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ആരും ഒറ്റയടിക്ക് തന്നെ ഫസ്റ്റ് തന്നെ നമ്മുടെ കാർബറേറ്ററിൽ കയറിയിട്ട് പണിയരുത്. ഫസ്റ്റ് തന്നെ നോക്കേണ്ടത് പ്ലഗ്, സെക്കൻഡ് ഈ സാധനങ്ങൾ നോക്കുക, പാക്കിങ് പോയിട്ടുണ്ടോ നോക്കുക, തേർഡ് ഈ സാധനം നോക്കുക. ഇത് നോക്കണേക്ക് മുമ്പ് വേറെ സംഭവം ഞാൻ പറഞ്ഞുതരാം. പെട്രോൾ വരണുണ്ടോ എന്ന് നോക്കണം. അതല്ലാണ്ട് ഈ കാണുന്ന കാർബറേറ്റർ ഈ ചേമ്പർ ഡാമേജ് ഉണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യണം. എന്നിട്ടേ കാർബറേറ്റർ അഴിക്കാൻ പാടുള്ളൂ. നമ്മളതിനകത്ത് ഇപ്പം ഈ പറഞ്ഞതിൽ ഒരു ചെറിയ കേസ് വിട്ടുപോയി, ലാസ്റ്റാണ് ഓർത്തത്. അതിൽ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ സിലിണ്ടർ സെറ്റിൻ്റെ നട്ടുകൾ, അതല്ലാണ്ട് നമ്മൾ സിലിണ്ടറിൽ ഈ പിസ്റ്റൺ ലൂസ് വന്നു കഴിഞ്ഞാൽ ഈ റിങ്സുകൾ, ഇത് കാണുന്ന റിങ്സ് ആണ്, ഇതിങ്ങനെ ലൂസ് വന്നാലും അതുപോലെ തന്നെ ഇതുപോലെ ഇവിടെ സ്ക്രാച്ച് വന്നത്, ഈ സ്ക്രാച്ച് വന്നാലും ഈ പറഞ്ഞ സംഭവങ്ങൾ വരും. അത് ഞാൻ പറയാനായിട്ട് വിട്ടു, കാരണം സിലിണ്ടർ സെറ്റിൽ നിന്ന് മാത്രമേ പറഞ്ഞോളൂ. അപ്പം അതിനകത്ത് നമ്മൾ പറഞ്ഞതാണ്. അപ്പം ഇതിനകത്ത് ഇനി വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. വീഡിയോ ഞാൻ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക്, കമൻറ്റ് എല്ലാം കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് റിക്വസ്റ്റുകൾ അങ്ങനെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഇതിനകത്ത് നമ്മുടെ വീഡിയോയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയോട് ഗുണമായിരിക്കുള്ളൂ, കാരണം മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. വാട്സപ്പ് വഴി റിക്വസ്റ്റുകളൊക്കെ വിടുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആ വിടുന്ന ആളും ഞാൻ മാത്രമേ അറിയുന്നുള്ളൂ. അത് പരമാവധി നമ്മൾ ഈ വീഡിയോയിൽ കമൻ്റ് ആയിട്ടുള്ള രീതിയിൽ റിക്വസ്റ്റ് വിട്ടാൽ മതി, നമ്മൾ അംഗീകരിച്ചോളാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.